ഒരിക്കൽ കൂടി കെൻസ മീഡിയ എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് മഞ്ചേരിയാണ്. മഞ്ചേരി പാപ്പിനിപ്പാറ നല്ലൊരു അടിപൊളി റിസോർട്ട് ഉണ്ട്. അതിൻ്റെ പേരാണ് ലിറ്റോഫ. അവിടെ നമ്മൾ യൂട്യൂബ് ഫാമിലിയുടെ ഒരു നോമ്പ് തുറയാണ്. കാണാം നമുക്കതിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ്. അകത്തേക്ക് കിടന്ന അടിപൊളിയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ഒരു ചെറിയ ടർഫ്, സ്വിമ്മിംഗ് പൂള്, ഫുൾ ഗ്രീനറിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ കുറഞ്ഞ പ്രൈസേ ഉള്ളൂ. ഏകദേശം 40 പേർക്ക് വന്ന് സ്റ്റേ ചെയ്ത് പോവാം വൺ ഡേ. അവർ ചോദിക്കുന്ന പ്രൈസ് 10,000 മാത്രമാണ്. ഹർഷോ, റിസോർട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നല്ല വൈബിലായി. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിച്ചു പോവാം. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ റിസോർട്ടിൽ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇതിനകത്ത് 2 വലിയ ബെഡ്റൂം ഉണ്ട്. പിന്നെ വലിയ ഹാള്, കിച്ചണ്. എങ്ങനെയുണ്ട്? നല്ല മൊഞ്ചല്ല കാണാൻ. ഇത് പുറത്തുള്ളൊരു ഹട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ മുബഷിറാൻ്റെ ഹസ്ബൻഡാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഏകദേശം 25ഓളം ചെറുതും വലുതുമായ യൂട്യൂബേഴ്സ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. ഫുഡ് കോർട്ടാണ്. ഇവിടെ നമുക്ക് ഫുഡൊക്കെ കൊടുന്ന് കഴിക്കാനുള്ള ഒരു കോർട്ടാണ്. ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മളെ മെയിൻ ആയിട്ടുള്ളൊരു സ്പോട്ടിലേക്കാണ്. സ്വിമ്മിംഗ് പൂള്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല പ്രൈവസിയോടുകൂടി കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. നീന്താൻ അറിയുന്നവരോടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാടി തിമിർത്തേ പോവുള്ളൂ. ഞങ്ങളൊക്കെ കുളിച്ചു കേട്ടോ. പിന്നെ ഈ പൂളിനൊരു പ്രത്യേകത തന്നെ, നല്ല ക്ലീനാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ പൂളിലെ വെള്ളം അത്ര ക്ലീൻ ആവില്ല. പക്ഷെ ഇവിടെ നല്ല ഫിൽറ്ററിങ്ങും സിസ്റ്റമൊക്കെ നല്ല എ ക്ലാസ് ആണ്. ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഇവിടെ വന്ന് ചാടിയതൊക്കെ കേട്ടോ. എങ്ങനെയുണ്ട് പൂള്? പൊളിയല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒന്ന് പോയി നോക്കാം. അവിടെ ഒരു ബെഡ്റൂമും വലിയ ഹോളൊക്കെ ഉണ്ട്. ഇതാണ് അവിടുത്തെ ബെഡ്റൂം. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇത് ഹാളിൽ വലിയൊരു സ്പേസ് ഉണ്ട്. ഈ ഹാളിൽ നമുക്ക് നിസ്കരിക്കാം, ഇവിടെ ഇരിക്കാം, രാത്രി ഒരുമിച്ച് കിടന്നുറങ്ങാം. ഇനി മുകളിൽ നമുക്ക് നല്ലൊരു അടിച്ച പൊളി ബെഡ്റൂം ഉണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഈ കാണുന്നതാണ് ബെഡ്റൂം. സൂപ്പർ അല്ലേ? വിത്ത് AC ആണ്. അടുക്കളയിൽ നമ്മൾ ആ മുബീൻ ടീമും പലഹാരങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ബിരിയാണി പിന്നെ ബാനു വീട്ടിൽ നിന്ന് വെച്ച് കൊടുന്ന കേട്ടോ. ചിക്കൻ ബിരിയാണി പറയാതിരിക്കാൻ വയ്യ. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. താങ്ക് യു ബാനു. ഊഞ്ഞാൽ പിന്നെ എവിടെ കണ്ടാലും നമ്മളൊന്ന് ആടും കേട്ടോ. നമുക്ക് വീക്ക്നെസ് ആണ് ഊഞ്ഞാൽ. എന്താ പേര്? പേര് പറയും. ഫയോന. എത്രയാണ് പഠിക്കണേ? അവൻ്റെ പേരോ? ഓക്കെ. എത്രയാണ് പഠിക്കണേ? ഈ റിസോർട്ട് ഇഷ്ടമായോ? ഇഷ്ടമായോ? പൊളിയാണോ? കുട്ടികളോട് റിസോർട്ട് ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതിനുള്ള പ്രധാന കാരണം പ്ലേ ഏരിയ ഒരുപാടുണ്ട്, പ്ലസ് സ്വിമ്മിംഗ് പൂള്. അതൊക്കെയാണല്ലോ അവർക്ക് ഇഷ്ടം.
നോമ്പ് തുറക്കാനുള്ള ടീംസൊക്കെ യൂട്യൂബേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മാൻ കേട്ടോ. മാൻ ഓരോരുത്തരെയും സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുകയാണ്. എന്താ വരുന്നേ, ഒരു പട യൂട്യൂബേഴ്സ്. നമ്മുടെ ഹന്ന പി, മുബി പാണ്ടിക്കാട്, പിന്നെ നമ്മുടെ ഷിബിലി ഉണ്ട്, മുജീബ് ഉണ്ട്. കണ്ടില്ലേ സമൂസ കിടന്ന് പൊരിയുന്നു. നമ്മുടെ ജൂബി, ഹബീബ അവരൊക്കെ ഫുൾ ആക്റ്റീവ് ആട്ടോ. മക്കൾ ഇവിടെ കിടന്ന് കളിക്കാണ്. എന്താ പരിപാടി? ഇന്ന് നമ്മളെ യൂട്യൂബേഴ്സിന്റെ ഒരു സമൂഹ നോമ്പ് തറ. പൊളിക്കണ്ടേ? ആർക്കും കഴിക്കാൻ പറ്റുന്നോണ്ടല്ലോ, ഇതൊരു കൂട്ടായ്മ. നമ്മളെ പവർ നമ്മൾ കാണിച്ചു കൊടുക്കാം. ഇന്ന് ഇങ്ങനെ ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കാനുള്ള നിങ്ങളാണ് ആദ്യം എങ്ങനെയാണ് തോന്നിയത് മനസ്സിൽ ഒരാശയം? ഞങ്ങളിങ്ങനെ നോമ്പല്ലാത്ത ദിവസം ഇങ്ങനെ റിസോർട്ട് കൂടെ ഒക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതും കൂടി ഇതൊന്നും നല്ല കാര്യല്ലേ, അപ്പൊ എല്ലാവർക്കും ഒരുമിക്കാൻ നല്ല മാസം എല്ലാരും കൂട്ടി ഒരുമിച്ച് നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? എല്ലാവരും ദുആ ചെയ്യാം. പേര് പറ. പേര് മോന്റെ പേര് 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 പറ. ഐസു. വെരി ഗുഡ്. മോളെ പേരെന്താ? പേരില്ല. മോളെ പേര്? അപ്പം ഇനി അടുത്ത ചടങ്ങ് നോമ്പ് തുറക്കലാണ്. ഞാൻ ഈത്തപ്പഴമൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നോമ്പ് തുറക്കാൻ റെഡിയായി. നോമ്പ് തുറന്ന ഉടനെ ഞങ്ങൾ ജ്യൂസ്, ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചത്. പിന്നെ ബിരിയാണി ഞങ്ങൾ പ്രെയറൊക്കെ കഴിഞ്ഞ് കുറേ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കഴിച്ചത് കേട്ടോ. മറക്കാനാവാത്ത നല്ലൊരു അനുഭവമായിരുന്നു. ഒരു വീട്ടിലെ ഫാമിലി പോലെയായിരുന്നു എല്ലാവരും. കളിയും ചിരിയും തമാശയും. പേര് പറ. അടിപൊളിയായിരുന്നു. പേര് പറ. നിന്റെ പേര്? ഇവിടെ നമ്മുടെ ബാനുവും അർഷവും മാനൊക്കെ വലിയ ഡിസ്കഷനാണ്. അടുത്ത പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം കേട്ടോ. മക്കളെ തുടങ്ങി. ഇനി അടുത്ത് ബിരിയാണിയാണ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. നമ്മുടെ ബാനു ആണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത്. പിന്നെ പൂളിൽ കളിക്കുന്ന കുട്ടികളെ കണ്ടില്ലേ? കുട്ടികൾ അടിച്ചു പൊളിക്കുകയാണ്. കിട്ടിയ ചാൻസ് മുതലാക്കുകയാണ്. കുറെ ആൾക്ക് പോകാൻ അർജന്റുണ്ട്. അതുകൊണ്ട് എൻ്റെ മകളൊരു സ്നേഹ സമ്മാനമുണ്ട്. ഞാൻ എവിടെ പ്രോഗ്രാമിന് പോകുമ്പോഴും എൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 3 സമ്മാനങ്ങളാണില്ല. 14 പേരാണ് നമ്മളുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ എടുക്കല്ലേ? എടുത്തോ, കൊടുക്ക്. നമ്പർ 11. മാഷാ അല്ലാഹ്, ഭാവസ്ഥാദ്. അടികൈ. ഭാവസ്ഥാദ്, മാഷാ അല്ലാഹ്. ബാബുവിന് എനിക്ക് ഇഷ്ടമാണോ? ബാബു പണിയല്ലേ? ബാബുക്ക് 501 ഗവൺമെന്റ് ഉണ്ട്. നമ്പർ 10. നോക്കുവാണ് 10. ഷിബിലി. Come. Second prize goes to Shibli. Come please. Shibli നല്ലൊരു കലാകാരനാണ് കേട്ടോ. താങ്ക് യു ഷിബിലി. നമ്പർ 30 നോക്കി. നമ്പർ 13 അസ്മ. അസ്മ അറബി മോഹൻ കാണിക്കൂല. അറബി കുട്ടിയാണ്. അസ്മ പ്ലീസ്. താങ്ക് യു. ഇത് നമ്മുടെ ഈ നോമ്പ് തുറക്ക് നമുക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നത് ബാനുവാണ്. ബാനുസ് കിച്ചൻ. അപ്പൊ നമ്മള്
തീർച്ചയായിട്ടും വേണം. ഞങ്ങൾ എല്ലാവരും വക ഒരു ചെറിയ സ്നേഹ സമ്മാനമാണ് ബാലുവിന്. പ്ലീസ് നമ്മുടെ അനന്യ PP ആണ് അണിയിക്കുന്നത്. പ്ലീസ് പ്ലീസ് അതുപോലെ തന്നെ നമ്മുടെ ബാലസ് കിച്ചന്റെ ഒരു ക്യാഷ് പ്രൈസ് കൂടെ ഉണ്ട്. ഇതുപോലെ വാങ്ങിച്ചോളൂ. എന്ന് നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കും. സോറി ബാലു. ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല മക്കളെ. ഞാൻ എല്ലാവരും സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മളോടൊക്കെ. നമ്മളോട് പറഞ്ഞു നമുക്ക് പുറത്തത്തെ വാങ്ങണേക്കായി നല്ലത് നമുക്ക് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ പരിപാടി ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചില്ലാതെ അടിപൊളി നടന്നു. മാത്രമല്ല നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം ഒരുപാട് സമ്മാനങ്ങളായി കെട്ടോളൂ വന്നത്. മാഷാ അള്ളാഹു അടുത്ത വർഷം അതിനാറ് തോന്നെ സമ്മാനം തരാൻ നമുക്ക് അള്ളാഹു ഹൈറും ബർക്കത്ത് കൊടുക്കട്ടെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. പിന്നെ നമ്മളെ ബാനുവിനും നമ്മളെ സാധ്യത ഒട്ടും നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ബാനുവിന് നമ്മൾക്ക് സമ്മാനം കൊടുക്കാനും ഒരു പൊന്നാണ അടിക്കാനൊക്കെ പറ്റി. അതിനൊക്കെ വളരെ സന്തോഷമുണ്ട്. സ്വാമികളൊക്കെ ഉള്ളത് കൊടുക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാട്ടോ. എട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നെയുമേറ്റി കൂട്ടിച്ചു മാലാതിരേറ്റി കൂട്ടത്തിൽ നിലാവിളി പൊട്ടി കൂട്ടത്തിൽ നിലാവിളി പൊട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ്